നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മലയാളിക്ക് പരീക്ഷ ജയിച്ചാലും തോറ്റാലും ഇനി അത് തെരഞ്ഞെടുപ്പോ കളിയോ എന്തോ ആയിക്കോട്ടെ, ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴുമെല്ലാം ഓർക്കാൻ ശ്രീനിവാസൻ സിനിമയിലെ ഏതെങ്കിലുമൊക്കെ രംഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡയലോഗുകൾ ഉണ്ടാകും. അത്രത്തോളം മലയാളിയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന രംഗങ്ങളാൽ, ഒട്ടേറെ തമാശകളാൽ, ഒട്ടേറെ സന്ദേശങ്ങളാലൊക്കെ മലയാളി മനസ്സിൽ ഇഴുകിച്ചേർന്ന നടൻ ശ്രീനിവാസൻ, സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ മലയാള സിനിമയുടെ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് ആദരമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ പൊതുവേദി പൂർണ്ണമായും തന്നെ സമർപ്പിക്കുകയാണ്. പ്രേക്ഷകർക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ശ്രീനിവാസൻ, എങ്ങനെയായിരുന്നു ശ്രീനിവാസൻ്റെ സിനിമകൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചത്, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ ശ്രീനിവാസൻ്റെ ഡയലോഗുകൾ ഓർക്കുന്നത്, അതൊക്കെയും പൊതുവേദിയിലൂടെ പങ്കുവെക്കാം. ഇത്തരമൊരു മഹാനടൻ്റെ വിയോഗ സമയത്ത് നമുക്ക് പൊതുവേദിക്കും ആ തരത്തിൽ ഒരു ആദരവ് അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, നമ്മളിന്ന് ശ്രീനിവാസന് അനുസ്മരണത്തിന് വേണ്ടി പൂർണ്ണമായും നീക്കി വെച്ചിരിക്കുകയാണ് പൊതുവേദി. താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ കാണാൻ തുടങ്ങിയതായിരിക്കും ശ്രീനിവാസൻ്റെ സിനിമകൾ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ താങ്കൾ ഓർക്കുന്നത്? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മരണം ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയും അതിഗംഭീരായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയം. അദ്ദേഹവും ആരോ പറഞ്ഞു നല്ലവനുമായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സ്വഭാവിയായ ഒരു മനുഷ്യനാണ്. നല്ല ആൾക്കാരെ ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും രസം കൊടുക്കാനും എല്ലാത്തിനും കഴിവുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഞാനും എൻ്റെ കുടുംബം ദയങ്കരമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സാറേ പറയാനുള്ളത് ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളൊക്കെ രാഷ്ട്രീയമൊക്കെ ആഴത്തിൽ നോക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും ഈ ശ്രീനിവാസൻ സിനിമയിലെ ഡയലോഗുകൾ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും പറയേണ്ടി വരും. അത്തരം ഡയലോഗുകൾ ഇപ്പോഴും ഓർമ്മ വരും. അത്രമേൽ ഓരോ സന്ദർഭവുമായും ചേരുന്ന ഡയലോഗുകളുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസൻ സിനിമയുടെ ഡയലോഗ് ഏതാണ്? നമസ്കാരം. നമസ്കാരം. മഹാപ്രതിഭയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖമാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നന്മകൾ കാണിച്ചു കൊടുത്ത സന്ദേശം ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്ക് കേരള സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് തന്നെ വമ്പ നഷ്ടമാണ്. അത് നികത്താൻ ഒരു കാലത്തും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന വേറൊന്നും പറയാനില്ല. അഗാധമായ ദുഃഖം തന്നെയാണ്, നികത്താനാവല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, ഏതെങ്കിലും ഒരു സിനിമയിലെ ഡയലോഗുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ, നമുക്ക് സന്തോഷം വരുമ്പോൾ, പരാജയം വരുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന, കളിയാക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയലോഗ് ശ്രീനിവാസൻ സിനിമയിലെ ഡയലോഗുകളാണ്. താങ്കളുടെ മനസ്സിൽ അത്തരം ഏത് ഡയലോഗാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? ബാലൻ അദ്ദേഹത്തിലെ അതിൽപ്പെട്ട എല്ലാ സംഭാഷണങ്ങളും വളരെ ഇഷ്ടപ്പെട്ടതാണ്. പ്രധാനമായിട്ടും ബാർബറാം ബാലനിലെ ആ ജീവിതം പോലെ, ആ സിനിമയിലെ ജീവിതം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും. ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയായിരുന്നു അങ്ങനെ ഇത്രയും കാലം കഴിച്ചത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടാക്കി. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു ശ്രീനിവാസനെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മടക്കയാത്ര. എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സാർ. ശരി, ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തൊന്നും. ശ്രീ ശിവദാസൻ, ശ്രീനിവാസനെ പോലെ ഒരു നടനെ, തിരക്കഥാകൃത്തിനെ, സംവിധായകനെ അത്യന്തികമായി നർമ്മബോധത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് ഏത് വിഷയത്തെയും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ അവതരിപ്പിക്കാനും പറയാനും ഒക്കെ കഴിയുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരാൾ വിട്ടുപോകുമ്പോൾ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയിലെ ഏത് ഡയലോഗ് അല്ലെങ്കിൽ ഏത് സന്ദർഭമാണ് താങ്കളുടെ ജീവിതത്തിലേക്ക് ഓർമ്മയായി നിൽക്കുന്നത്? എനിക്ക് ഭേദമായി പറയേണ്ട കാര്യം, ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഇദ്ദേഹവും ഒരു കലാഭവൻ മണി സാർ, നമ്മളെ ശ്രീനിവാസൻ സാർ, നമ്മളെ പൊന്നമ്മ ചേച്ചി എല്ലാവരും വന്നിരുന്നു. എല്ലാവരും ഹോട്ടലിലും അവരൊക്കെ പോയപ്പോൾ സമയത്ത് അദ്ദേഹത്തെ നമ്മൾ ഒരുക്കിയ ആ ഹാളിന്റെ ഒരു സ്ഥലം ഓമതി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ഉള്ളതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി. അദ്ദേഹം കാണാൻ ഭംഗിയില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചു,
ചിന്തിപ്പിച്ചു, എന്താ പറയുക, എല്ലാം സ്വീകരിച്ചു. വളരെ വേദനയുണ്ട്. ഓക്കെ, ശരി, ഞങ്ങളുടെ വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ രാജേഷാണ് ഹരിപ്പാട് നിന്നും. ശ്രീ രാജേഷ്, സറ്റയർ അതിൻ്റെ എല്ലാവിധ ശക്തിയിലും ഉപയോഗിച്ച മനുഷ്യനാണ് ശ്രീനിവാസനെ പോലെ ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു തരത്തിൽ പറഞ്ഞാൽ മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ അദ്ദേഹത്തെപ്പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തെപ്പോലും കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ അഭിനയിപ്പിച്ച് ഒരു സിനിമ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏത് രംഗത്തും ആർക്കു നേരെയും അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ ഒരു അതിശക്തമായ ശരങ്ങൾ തൊടുത്തുവിടുന്ന ആൾ കൂടിയാണ് ശ്രീനിവാസൻ. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഓർക്കുന്നത്? അതെ, ശ്രീനിവാസനെ പോലൊരു തിരക്കഥാകൃത്ത്, നല്ലൊരു സംവിധായകൻ, സാമൂഹിക വിമർശനങ്ങൾ എന്നും നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും നമുക്കെന്നും കാണാനും കുടുംബസമേതം കാണാനും അത് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം എപ്പോഴും കണ്ട് ആസ്വദിക്കാനും പറ്റുന്ന സിനിമകളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 80കളിലെ 90കളിലെ സിനിമകൾ ഇപ്പോഴും പുതുതലമുറയിലെ കൊച്ചുകുട്ടികൾ പോലും നല്ല രീതിയിൽ ആസ്വദിക്കുന്ന സിനിമകളാണ്. ഏതൊരു ഇലക്ഷൻ ടൈമിലും അദ്ദേഹത്തിന്റെ സന്ദേശത്തിലെ പല സന്ദർഭങ്ങളും നമുക്ക് കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹാസ്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഹാസ്യം ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം ആക്സിഡന്റ് പറ്റി ഇങ്ങനെ വരുമ്പോൾ ചോദിക്കുന്നു, എന്ത് പറ്റി? പറയും, നിങ്ങൾ ആ പോസ്റ്റ് കാണുന്നുണ്ടോ? ഞാൻ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സിമ്പിളായി നടന്നു പോകുമ്പോൾ തിയേറ്റർ മൊത്തം ചിരിയായി. ഞങ്ങളുടെയൊക്കെ കൊച്ചി കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എന്നും ആ ഡയലോഗ് ഇങ്ങനെ പറയുകയും അദ്ദേഹത്തെ നല്ല രീതിയിൽ ഓർക്കുകയും ചെയ്തിരുന്നു. അഗാധമായ ദുഃഖമുണ്ട് അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ. ഇത്ര പെട്ടെന്ന് അദ്ദേഹം സിനിമാ ലോകത്തോട് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജിയെ, സന്ദേശം സിനിമ ഇറങ്ങുന്നത് 1991-ലാണ്. ഇപ്പോൾ ഏകദേശം 35 വർഷമാകുന്നു. ഈ 35 വർഷത്തിന് ശേഷം കേരളത്തിൽ ഏതു തെരഞ്ഞെടുപ്പ് നടന്നാലും ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണിയോ വലതുമുന്നണിയോ ഒക്കെ പരാജയപ്പെടുമ്പോഴും ജയിക്കുമ്പോഴും ഒക്കെ ഈ സന്ദേശം സിനിമയിലെ ഡയലോഗുകൾ ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ അത് ട്രോളുകളായി വരുന്നു, പഴയ കാലത്തൊക്കെ അത് അല്ലാത്ത കാർട്ടൂണുകളായും ഒക്കെ വരുമായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഇത്തരം ഡയലോഗുകളൊക്കെ സമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിലൊക്കെ ഇത്ര സജീവമായി നിൽക്കുന്നത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. ഷാജിയാ പത്തനംതിട്ട. ഷാജി പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഷാജി, പറഞ്ഞോളൂ. സാറേ, മനുസാറല്ലേ? അല്ല, കിരണാണ്. കിരൺ സാറേ, ഞാൻ ഷാജിയാ പത്തനംതിട്ട. മനസ്സിലായി, പറഞ്ഞോളൂ. ഞാൻ പിന്നെ ശ്രീനിവാസ് സാറിന്റെ വർക്ക് ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെങ്കിൽ ഏറ്റവും ബഹുമാനിപ്പിക്കുന്ന ഒരു പറയാം ചിന്താവസ്ഥ സാമള എന്ന് പറയുന്ന സിനിമ ഇല്ലേ, പറഞ്ഞോ. എന്തുമാത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ കല്ലുഡിനെ അറിയാം, കല്ലുഡിനെ തിരകഥ. ശരി ഷാജി. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, ഈ നിങ്ങളൊക്കെ രാഷ്ട്രീയത്തെ ഇങ്ങനെ സജീവമായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പൊതു സംസാരത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള സംവാദങ്ങളിലുമൊക്കെ തമാശയ്ക്കും അല്ലാതെയുമൊക്കെ ശ്രീനിവാസൻ ഡയലോഗുകൾ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു മനുഷ്യനിങ്ങനെ ഇത്രത്തോളം ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഡയലോഗുകളും ശ്രീനിവാസൻ പല സിനിമകളിലായി എഴുതി വച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനല്ലേ? ശരിയാണ് കിരണ. ഈ അവസരത്തിൽ നമ്മൾ പോളണ്ടിനെ പറ്റി പറയാതിരിക്കാൻ ഒക്കെയാണ്. പക്ഷെ കിരണ, നമ്മളൊന്ന് ആലോചിക്കണം, പുതിയ തലമുറകളോട് എനിക്ക് പറയാനുള്ള ശ്രീനിവാസനെ, നമ്മുടെ ഇന്നസെന്റ് ജാസിനെ കണ്ടു പാടിക്കണം. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ പടത്തിൽ അവരിക്കുന്ന കഞ്ചാവും കള്ളും മയക്കുമരുന്നിനും അടിമപ്പെടാതെ നല്ല നല്ല സിനിമകൾ തന്ന് നമുക്ക് സമ്മാനിച്ച് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ ഭരണകാലം വരെ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല നല്ല സിനിമകൾ തന്നിട്ട് പോയാൽ ചിന്തിക്കാനും ചിരിക്കാനും കരയിപ്പിക്കുന്ന മനുഷ്യരായിരുന്നു ഇവരൊക്കെ. ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദാസിനെയും വിജയനെയൊക്കെ നമ്മൾ ഇപ്പൊ മനസ്സിൽ ഓർത്താലും പൊട്ടിച്ചിരിക്കും.
അതുപോലെ ചിന്താവിച്ചയായ ശ്യാമള, നമ്മൾ ഇരുന്ന് ചിന്തിക്കും, എത്ര ദിവസം പോലെ ഇരുന്ന് ചിന്തിക്കാവുന്ന പടമാണ്. അതുപോലെയാണ് തന്നെയാണ് കരയിപ്പിക്കുന്നത്. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ വ്യത്യസ്തനായ ബാലൻ, ആ പടം കണ്ട കരയാത്തവരാരാ ഉള്ളത്? അപ്പൊ ഇപ്പോഴത്തെ തലമുറയൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇവരെ പോലെയൊക്കെ ആയി വരണം. അല്ലാതെ 1-2 പടം അഭിനയിച്ചിട്ട് പൈസ കൈ കിട്ടുമ്പോഴേക്ക് തോന്നിവാസം കാണിക്കുന്നു ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരാകരുത്. ഇവരെ കണ്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വളരെ കൃത്യമായ ചങ്ക് പൊട്ടുന്ന വേദനയാണ് അതായത് പോവാന്ന് പറയാൻ. അതായത് മനോരമ ചാനലിന് കൊടുത്തത് പൊട്ടിനകത്ത് അഭിമുഖം രാവിലെ കണ്ടായിരുന്നു. കരഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ്. പുള്ളി ചിരിച്ചോണ്ടാ പറയുന്നത്. നമുക്ക് ഇപ്പൊ വിഷമമാവാണ് കാണുമ്പോൾ തന്നെ. അതുകൊണ്ട് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കും. അല്ലാതെ മറ്റുള്ള കാര്യത്തിൽ പോയി ഇടപെട്ട് അതിനകത്തെ കാര്യങ്ങളിലൊന്നും പോയി വീഴാതെ ഇതുപോലെ നല്ല നല്ല സിനിമകൾ ഞങ്ങൾ സംഭാവന ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇരുകയും വീട്ടിൽ സ്വീകരിക്കും. ആ വേർപാടിൽ ഞാനും ആ കുടുംബത്തോടൊപ്പം വരികയാണ്. ആദരാഞ്ജലി അർപ്പിക്കുന്നു. കിരണേ, ഉള്ളു പറയാൻ വളരെ സങ്കടമാണ്. ശ്രീ അജയ് ആണ്, ചെന്നൈയിൽ നിന്നാണ് ഓർക്കുന്നത്. ശ്രീ അജയ്, ഈ എല്ലാ ജീവിത സന്ദർഭങ്ങൾക്കും ചേരുന്ന ഡയലോഗുകൾ, സീനുകൾ, അതൊക്കെയും ഇനി 15 വർഷമായത്, 20 വർഷമായത്, 30-35 വർഷത്തിന് മേലായത്, 40 വർഷത്തോളമായതൊക്കെ, ഇതൊക്കെയും ഇങ്ങനെ പുതിയ തലമുറ പോലും ലൈവായി ഓർത്തിരിക്കുന്നുണ്ട്. ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഡയലോഗുകൾ കാണാത്ത ഏറ്റവും ചെറിയ കുട്ടി പോലും കാണില്ല. അവരൊക്കെ ട്രോളുകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഡയലോഗുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നതാണ്. എങ്ങനെയാണ് ഒരു കാലാതിവർത്തിയായ ഇത്തരം സീനുകൾ സൃഷ്ടിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞത്? അതെ സാർ, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ സന്ദേശം സിനിമ നമ്മളെല്ലാവരെയും ചിന്തിച്ച സിനിമയാണ്. അതേപോലെ കഥ പറയുമ്പോൾ, കൂടാതെ മോഹൻലാലും ശ്രീനിവാസൻ ചന്ദ്രത്തിലെ നാടോടിക്കാറ്റ്, ഇതൊക്കെ കാലത്ത് അതിജീവിച്ച സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ മൈ ഹാർട്ട്ഫുൾ കണ്ടോളൻസ് ഫോർ ദിസ് ഫാമിലി ആൻഡ് അതർ സിനിമ മെമ്പേഴ്സ്. താങ്ക് യു സർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ അജയ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, ഈ വരവേൽപ്പ് എന്ന സിനിമയെക്കുറിച്ച് 2 തരത്തിൽ പറയാറുണ്ട്. കേരളത്തിൽ ഒരാൾ വ്യവസായം തുടങ്ങിയാൽ അയാളുടെ അവസ്ഥ എന്താണെന്നും, ഒരാൾ എങ്ങനെ വ്യവസായം തുടങ്ങരുത് എന്ന് ആ സിനിമ കണ്ട് പഠിക്കാം എന്നും പറയുന്നുണ്ട്. ഒരാൾ വ്യവസായം തുടങ്ങുമ്പോൾ അയാൾക്ക് വേണ്ട പ്രാഥമിക പഠനങ്ങൾ നടത്താതെ വ്യവസായം തുടങ്ങിയാൽ അയാളുടെ അവസ്ഥ എന്താവും, അങ്ങനെ പലതരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളതാണ്. ശ്രീനിവാസൻ്റെ പല തമാശകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല സൃഷ്ടികളും എല്ലാം അത്തരത്തിൽ പല വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നതാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ഒരു നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹം ആദ്യകാലത്ത് അഭിനയിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഒരു 10-30 കൊല്ലം മുമ്പ് ഒരു വാരികയിൽ അഭിമുഖമായി എനിക്ക് വായിക്കാൻ ഇടയായി. അപ്പോൾ ആ മഹാനടന് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. പറക്കാൻ പറ്റുമെങ്കിൽ പറക്കുക, ഓടാൻ പറ്റുമെങ്കിൽ ഓടുക, നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുക, ഇഴയാൻ പറ്റുമെങ്കിൽ ഇഴയുക. എന്റെ 2 തുള്ളി കണ്ണീയപ്പൂക്കൾ അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീമതി അമ്മിണിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീമതി അമ്മിണി, പ്രത്യേകിച്ച് ശ്രീനിവാസൻ സിനിമയിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീകളുടെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിതത്തിലും നർമ്മവും എല്ലാം കലർന്ന് അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ചിന്താവിഷ്ടയായ ശ്യാമളയിലൊക്കെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ആ സ്ത്രീ കഥാപാത്രങ്ങളെ താങ്കൾ ഓർക്കുന്നത്? വടക്കു നോക്കിയന്ത്രത്തില് കാഞ്ചന. അതെ, കാഞ്ചനയൊന്നും മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എത്രയോ സന്ദർഭങ്ങളിൽ അവരുടെ ഡയലോഗുകൾ നമ്മൾ ഓർത്തിട്ടുണ്ട്. ആ, പിന്നെ അതില് കൂടുതൽ ഹിമാലയൻ ബ്ലണ്ടർ അടിച്ചുവിടുന്ന കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് സന്ദേശത്തില് പോളണ്ടിനെ പറ്റി ഒരക്ഷരം വേണ്ടി പോകരുത്. അതെ, ഇപ്പോഴും ആളുകൾ പറയും അത്. ആ, പിന്നെ അറബിക്കഥ, തേന്മാവിൻ കൊമ്പത്ത്, അങ്ങനെ കുറെ തോന്നുന്നു. ശരി, ഓക്കെ. ശ്രീമതി ജയശ്രീയാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീമതി ജയശ്രീ, ഒരു സിനിമ പ്രേക്ഷക എന്ന നിലയ്ക്ക് താങ്കളുടെ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒട്ടനവധി രംഗങ്ങൾ കാണും ശ്രീനിവാസന്റേതായി. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർക്കുന്നത്? ഒരുപാടുണ്ട്. അതായത് നമ്മള് എല്ലാ മലയാളികൾക്കും അറിയാം, മലയാളികളുള്ളിടത്തോളം മലയാളം ഉള്ളിടത്തോളം ശ്രീനിവാസനെ നമ്മൾ ആരും മറക്കത്തില്ല.
അത്രയ്ക്ക് നമുക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. രാവിലെ ഇത് കേട്ടപ്പം മുതൽ നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു ഓരോ മലയാളിക്കും. കാരണം അത്രയും ഓരോ മലയാളികളുടെയും മനസ്സിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ. അപ്പം ആ ശ്രീനിവാസൻ സാറിന്റെ ഓരോ കഥാപാത്രങ്ങളും ഓരോ ഇതും, അതായത് നമ്മുടെ തേന്മാവിൻ കൊമ്പത്തെ അപ്പക്കാള, അങ്ങനെ എണ്ണി പറയാൻ പൊന്മുട്ടയിടുന്ന താറാവ്, അങ്ങനെ ഒരുപാട് മലയാള സിനിമകൾ, മോഹൻലാലും പിന്നെ ശ്രീനിവാസനും കൂടിയുള്ള കൂട്ടുകെട്ടിലുള്ള എല്ലാ പടങ്ങളും, നിതിനത്തിലെ, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളും നമുക്ക് മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ് നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ നിന്നും മായാത്ത ഓർമ്മകൾ ഇന്നും മലയാളികൾക്കുണ്ടാകും. 1 കോടി ആദരാഞ്ജലികളെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അർപ്പിക്കുന്നു ശ്രീനിവാസന്. മറക്കത്തില്ല ഒരിക്കലും. കാരണം അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആളാ ശ്രീനിവാസൻ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം നമ്മളെപ്പോഴും TV കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളെ പോലെ തന്നെയാണ്. വേറെ മാറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ. ശ്രീ കെ നായരാണ്, തൃപ്പൂണിത്തറയിൽ നിന്നാണ്. ശ്രീ കെ നായർ, ശ്രീ ജയശ്രീ ഇടുക്കിൽ നിന്ന് പറഞ്ഞതുപോലെ ശ്രീനിവാസന് നമ്മുടെ വീട്ടിലെ തന്നെ ഒരാൾ എന്ന ഒരു ബന്ധം മലയാളിക്കുണ്ട്. എന്തു പറഞ്ഞാലും ശ്രീനിവാസൻ തമാശ പറഞ്ഞാൽ അത് ഭയങ്കര ചിലപ്പോൾ ക്രൂരമെന്ന് തോന്നാം. പക്ഷേ അപ്പോഴും അത് പറയുന്നത് ശ്രീനിവാസനായതുകൊണ്ട് ആ തമാശയോട് ആ തരത്തിലൊരു വികാരമല്ല. അത് കേട്ട് നമ്മളും കൂടി പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ. എങ്ങനെയാണ് അതിനെ ഓർക്കുന്നത്? അതില് വേഷം നടക്കുന്ന സിനിമ, അത് തെലുങ്കിനായിട്ട് നാടോടിക്കാറ്റ്, കേൾക്കാൻ പറഞ്ഞോളൂ. നാടോടിക്കാറ്റിലെ രംഗങ്ങൾ എപ്പോഴും മനസ്സിൽ നമ്മളെ പതിക്കും. അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ സീത, ഇത് രണ്ടും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങള്. ആരായി ചിന്താവിഷ്ടയായ സീതയുടെ പേര് പറഞ്ഞത്? താങ്കളുടെ വൈഫാണോ? അത് വൈഫ് തന്നെ. അതോ? വൈഫിന്റെ കൊടുത്ത വൈഫിന് ഏത് സിനിമ ഇഷ്ടമെന്ന് കൂടെ ചോദിക്കാം നമുക്ക്. ആ വൈഫിന്റെ കൊടുക്കാം. ചിന്താവിഷ്ടയായ സീതയുടെ ഭയങ്കര സംസാരിക്കാൻ. ഹലോ, എന്താണ് പേര്? എന്റെ പേര് ശാന്ത. ചിന്താവിഷ്ടയായ സീത സിനിമയെ കണ്ടാണോ? എല്ലാ സിനിമയും ശ്രീനിവാസന്റെ കാണാറുണ്ട്. ഏത് ഡയലോഗാണ് ഏറ്റവും ഇഷ്ടം? ഏത് ഡയലോഗ്? ഞാൻ മറന്നുപോയി. എനിക്ക് 71 വയസ്സായി. എല്ലാം മറന്നുപോയി. കാരണം എല്ലാ സിനിമയും ശ്രീനിവാസന്റെ കാണാറുണ്ട്. ഹലോ, ശരി, കേൾക്കാം. കേട്ടു. എന്താ? കേട്ടു. 76 വയസ്സുള്ള ഒരാൾ കൂടിയാണ് വിളിച്ചത്. എന്തായാലും ഈ പ്രായമായ എല്ലാ ആളുകൾക്കും അത്രമേൽ ശ്രീനിവാസനെ ആ തരത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ശ്രീ കെ നായരുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഒക്കെ പ്രതികരണം. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, രാഷ്ട്രീയമായി ഏതു സന്ദർഭത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടേറെ സറ്റേറിക്കൽ മൂവ്മെൻറ്റുകൾ നമുക്ക് സമ്മാനിച്ച ആൾ ശ്രീനിവാസൻ. എങ്ങനെയാണ് അത്തരം രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്കൾ ഓർക്കുന്നത്? വളരെ പ്രയാസമാണ്. പിന്നെ കിരൺ ബാബു, നമ്മുടെ സന്ദേശം മാത്രമേ, ആ സന്ദേശം ഒറ്റ സിനിമ മാത്രം. എന്നാൽ നമ്മൾ കൂടുതൽ അതൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഞാനും കൂടിയിട്ട് നമ്മുടെ ഒരേ നാട്ടിൽ, ഞാൻ മട്ടന്നൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നതിന് കുറച്ച് മുമ്പ് മറ്റേ കോളേജിൽ പഠിച്ച ആളാണ് ശ്രീനിവാസൻ. നമ്മൾ തൊട്ടടുത്ത ആളാണ്. എന്തായാലും അയാളെ ആത്മാവിനെ നിത്യശാരി നേരിടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അയ്യന്റെ മഹാ കഷ്ടം ഒന്നും പറയാനില്ല കിരൺ ബാബു. ശരി, ഓക്കെ. ശ്രീമതി ജയപ്രഭയാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയപ്രഭ, മറ്റൊരു സ്ത്രീ വിളിച്ചപ്പോഴും പറഞ്ഞത് ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിഷയങ്ങളൊക്കെയാണ്. താങ്കൾക്ക് ശ്രീനിവാസൻ്റെ ഏത് സിനിമയിലെ, അതോ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള തലയണ മന്ത്രം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണ്, ഏത് സിനിമയിലാണ് താങ്കൾക്ക് കൂടുതൽ അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുക? കോളിലെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ അനിൽകുമാറാണ്, പയ്യന്നൂരിൽ നിന്നാണ്. ശ്രീ അനിൽകുമാർ, ഈ മലയാളിയുടെ സ്വന്തമാണ് ശ്രീനിവാസൻ എന്നൊക്കെ പറയുമ്പോഴും കണ്ണൂരുകാർക്ക് ഒരു പ്രത്യേകമായ ഒരു കൂടുതൽ അവകാശം എപ്പോഴും ശ്രീനിവാസന് മേലുണ്ട്. എങ്ങനെയാണ് കണ്ണൂരിൽ നിന്നുള്ള താങ്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? അദ്ദേഹം കണ്ണൂര് പാട്യം സ്വദേശിയാണ്. അദ്ദേഹം ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ഒരു നല്ലൊരു പര്യായമാണ്. അതുകൂടാതെ നാടോടിക്കാറ്റിലെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നുള്ള ഒരു ഡയലോഗ് എപ്പോഴും എല്ലാവരും അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗാണ്. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഒരു കോമഡി എന്ന് പറഞ്ഞ ഒരു ഹാസ്യം എന്ന് പറഞ്ഞൊരു ഡയലോഗാണ് ഈ നാടോടിക്കാറ്റിൽ തന്നെ. ഇവര് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, CI പോടുന്ന CI കഥാപാത്രം. അപ്പൊ അവിടുന്ന് മോഹൻലാലിനോട് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ മലയാളികളായോട് ചോദിക്കുകയാണ് ഇവിടെ പരിചയക്കാരൊക്കെ ഉണ്ടോന്ന്.
അന്നേരം മോഹൻലാലിന്റെ പിന്നെ ദാസം പറയുന്നുണ്ട് ഒരുപാട് പരിചയക്കാരുണ്ട്, പക്ഷെ അവരുടെ ഒന്നും മേൽവിലാസം കയ്യിലില്ല എന്ന്. അപ്പോ വിജയൻ പറയുന്നു അതെ മേൽവിലാസം ഇല്ലാത്ത നാട്ടുകാരാണ് അധികമെന്ന്. അങ്ങനെ ഒരുപാട് തമാശകൾക്ക് ഉടമസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിന്നെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ശരി, ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ഒട്ടേറെ ഡയലോഗുകൾ ശ്രീനിവാസൻ്റെതായി പറയാൻ ഉണ്ടാവും. ശ്രീ ജയരാജനാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ജയരാജൻ, താങ്കൾ എങ്ങനെയാണ് തൻ്റെ അതുല്യമായ പ്രതിഭയാൽ മലയാളിയുടെ മനസ്സുകളിലേക്ക് ചിരിയുടെ കയ്യൊപ്പിട്ട ശ്രീനിവാസനെ ഓർക്കുന്നത്? നമസ്കാരം. നമസ്കാരം. പിന്നെ എനിക്ക് ശ്രീനിവാസ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പൊന്മുട്ട ഇടുന്ന താറാവ് എന്ന സിനിമയാണ്. കാരണം ഞാനൊരു ഗോൾഡ് സ്മിത്താണ്. ഓക്കെ. അപ്പോൾ അതിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഓരോ രംഗങ്ങളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഓരോ ദിവസങ്ങളും കടന്നു വന്ന രംഗങ്ങളും അതുപോലെ അനുഭവ സമ്പത്തും ഒക്കെയാണ്. അതുപോലെ അതിൻ്റെ അകത്തെ പാട്ട് സീന് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. പച്ചപ്പ് നിറഞ്ഞ ആ പാട്ടീനൊക്കെ എന്ന് പറയുമ്പോഴേ ഒരു 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 പ്രണയവും അതുപോലെ ആ കുഞ്ഞിന്റെ കാതു കുത്തുന്ന രംഗങ്ങളും ഒക്കെ മനസ്സിനെ വല്ലാതെ എന്താ പറയാ, പണ്ട് കാലങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളുടെ കാതുകുത്തെല്ലാം നാട്ടിൽ അങ്ങനെയായിരുന്നല്ലോ. അല്ലാതെ അങ്ങനെയായിരുന്നു. കാരണം വീട്ടുകാർക്ക് ഇത് വലിയ ആഘോഷവും കുത്താൻ ചെല്ലുന്ന ഞങ്ങൾ തട്ടാമാർക്ക് അത് വലിയൊരു സങ്കടവുമായിരുന്നു. കാരണം കുഞ്ഞിന്റെ കാതിലേക്ക് ഒരു മുള്ളു കുത്തി ഇറക്കമാണല്ലോ. അത് ഏതോ ഒരു പ്രത്യേക മുള്ളല്ലേ ഇറക്കുന്നത്? അത് ആദ്യമൊക്കെ ഈ നാരകത്തിന്റെ മുള്ളായിരുന്നു, നാരകം എന്ന് പറയും. നാരകത്തിന്റെ മുള്ള. പിന്നെ അത് വെള്ളിയിൽ ആക്കി തീർത്തു. അപ്പം വീട്ടുകാർക്ക് വലിയൊരു ആഘോഷമാണ്. കുട്ടിയുടെ കാതുകുത്ത് വലിയ സംഭവമാണല്ലോ. പക്ഷെ കുത്താൻ ചെല്ലുന്ന ആ കുട്ടിയുടെ കരച്ചിലും ആ കുട്ടിയുടെ മുഖത്ത് നോക്കുന്നതും ഒരു തട്ടാനെ സംബന്ധിച്ചോളം വല്ലാത്തൊരു നീറ്റലാണ്. അടുത്ത കാതിലേക്ക് നിൽക്കുമ്പോഴേക്കും കുട്ടി കരഞ്ഞ് നിലവിളിക്കില്ലേ? ഓ, കരയും. മുള്ളല്ലേ, ചെറിയ കുഞ്ഞിന്റെ കാതല്ലേ. ആ മുള്ളം കാലിലേക്ക് കുത്തുമ്പോഴത്തേനും ഇവന്റെ ഹൃദയമാണ് പിടയ്ക്കുന്നത്. കുട്ടി കരയില്ലോ. അതൊക്കെ പച്ചയായി അവതരിപ്പിച്ച് കാണിച്ച ശ്രീനിവാസ സാറിന് എന്താ നമ്മൾ പറയുക. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒപ്പം ഞാനും എന്റെ കുടുംബവും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു സാറേ. ശരി, വളരെ ഹൃദയസ്പർശിയായ വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ശ്രീ ഷിഹാബുദ്ദീനാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഷിഹാബുദ്ദീൻ, മലയാളിക്ക് ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാനും ഓരോ ഡയലോഗ് തന്നിട്ടാണ് ശ്രീനിവാസൻ ഇറങ്ങുന്നത്. എനിക്ക് ഏറ്റവും സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്തുള്ള ആ രംഗം കണ്ട് കരച്ച് നടനായി മാറാൻ വേണ്ടി അദ്ദേഹം പോയി. എനിക്ക് വളരെ വിഷമമുണ്ട്. ശരി, ശ്രീ അമ്പിളിയാണ്, ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അമ്പിളി, സാധാരണഗതിയിൽ സ്ത്രീകളെ പലതരത്തിൽ അവരുടെ ജീവിതപ്രയാസങ്ങളും തമാശകളും പലതരത്തിലുള്ള സ്ത്രീകളെ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ഏത് സ്ത്രീകളുടെ ഡയലോഗ് പോലും വലിയ തമാശകൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തള്ളിയിടുന്ന ഡയലോഗുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ശ്രീനിവാസനെ ഓർക്കുന്നത്? അമ്പിളിയെ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ശ്രീമതി അമ്പിളി, കേൾക്കാമോ? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ശരി. എനിക്ക് ശ്രീനിവാസ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞ ചിന്താവിഷ്ടയായ ശ്യാമളയാണ്. അതില് വലിയ തനിമയത്തോടെയാണ് പുള്ളി അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന്. ആ ഒരൊറ്റ ഡയലോഗാണ് നമ്മൾ ഒരിക്കലും മറക്കുകയില്ലാത്ത ഒരു ഡയലോഗ്. നമ്മൾ എന്ത് വിഷയങ്ങൾ വന്നാലും പരസ്പരം ഷെയർ അതിനൊക്കെ ഒരു സമയമുണ്ട് ദാസാന്ന് പറയാം. അപ്പൊ ഈ ഡയലോഗാണ് ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ ഇപ്പോഴും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞങ്ങൾ ഇത് പറയും, ഈ ഡയലോഗ്. അങ്ങേരുടെ കുടുംബത്തിനും വൈഫിനും കുട്ടികൾക്കും അവരുടെ ഹൃദയത്തിലൊരു ആശ്വാസം ദൈവം പകരട്ടെ. ഇവിടെ വാങ്ങല് അവർക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് മൊത്തത്തിൽ ഇതൊരു വലിയൊരു വിങ്ങലാണ് ഈ സമയം. അങ്ങനത്തെ ആദരാഞ്ജലികൾ നേരുകയാണ് ഈ സമയം. ശരി, അഭിപ്രായം വ്യക്തമാണ്. ഗോപകുമാറാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപകുമാർ, യുവാച്ച പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സിനിമയിലെ ഡയലോഗുകൾ എത്രയെങ്കിലും ജീവിത സന്ദർഭങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സമാനമായ സന്ദർഭങ്ങൾ
അങ്ങനെ ഏത് സന്ദർഭത്തിനും യോജിച്ച ഓരോരോ ഡയലോഗുകൾ ഇറക്കുന്നതിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഇത്രമേൽ ജീവിതഗന്ധിയായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലേക്കും പറ്റുന്ന ഡയലോഗുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്ന് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം നമുക്ക് മലയാള സിനിമയ്ക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കും വിലമതിക്കാൻ സാധിക്കാത്ത ഒരു മുത്ത് അല്ലെങ്കിൽ പവിഴം എന്ത് വേണമെങ്കിലും വിശ്വസിപ്പിക്കാവുന്ന ഒരു പ്രത്യേകിച്ച് നടൻ എന്നതിലുപരി സംവിധാനം, തിരക്കഥാകൃത്ത്, അങ്ങനെ കൊമേഡിയനായിട്ട് അദ്ദേഹത്തിന്റെ നാടോടിക്കാറ്റ്, പൊന്മുട്ടയിടുന്ന താറാവ്, ഫ്രണ്ട്സ്, സന്ദേശം. ഇപ്പൊ ഈ ഇലക്ഷന് കൂടെ അദ്ദേഹത്തിന്റെ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സന്ദേശം എന്ന സിനിമയിലെ ഒരുപാട് വാക്കുകൾ ഞങ്ങൾ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് മറ്റേ തേന്മാവും കൊമ്പത്തിലെ ഇതായിട്ടുള്ള വേഷം, അപ്പക്കാള, മറക്കാൻ കഴിയാത്ത വേഷമാണ് അപ്പക്കാള. ചിത്രം എന്ന സിനിമയിലത്തെ ഒരു അങ്ങനെ ഒരു അമ്മാവനെ സൂചിപ്പിക്കുന്ന ഒരാളായിട്ട്, അങ്ങനെ എവിടെ നോക്കിയാലും ഏത് തരം നോക്കിയാലും കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടുള്ള റോളും അങ്ങനെ എല്ലാതും. മമ്മൂട്ടിയുടെ കൂടെ കഥ പറയുമ്പോൾ കഥാപാത്രം ലാസ്റ്റ് സമയത്ത് അങ്ങനെ നമ്മളെല്ലാം കരയിപ്പിച്ച ഒരു എന്താ പറയാ, ഒരു ബഹുമുഖ പ്രതിഭ നമ്മളെ വിട്ടുപോയി. ഇനി ആ വിടവ് നികത്താൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ ബഹുമുഖ പ്രതിഭനെ വീണ്ടും മലയാള സിനിമയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല, എങ്കിലും നമുക്ക് ആശിക്കാം. കുട്ടിയാണ് മണിമലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു ഇടതു പ്രവർത്തകനായ താങ്കൾക്ക് ഒരു കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ 91 സന്ദേശം ഇറങ്ങിയതിന് ശേഷം എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് തോൽവിയും പരാജയമൊക്കെ വിജയമൊക്കെ ഉണ്ടാവും. അപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോഴൊക്കെ സ്ഥിരമായി കളിയാക്കാനായി ആളുകൾ ഉപയോഗിക്കുന്നതാണ് ശ്രീനിവാസൻ്റെ ഈ സന്ദേശത്തിലെ സഖാവെ നമ്മളെന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഈ ഡയലോഗും ഒക്കെ. അങ്ങനെ ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഡയലോഗുകളായാലും ശ്രീനിവാസൻ്റേതായിട്ടുണ്ട്. അത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾക്ക് ഡയലോഗുകൾ സമ്മാനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് അറിയില്ല. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? നമസ്കാരം. ശ്രീനിവാസന്റെ വിയോഗം ഒരു ഭയങ്കര നഷ്ടം തന്നെയാണ്. ശ്രീനിവാസനെ ഞാൻ ഓർക്കുന്നത് പണ്ട് പഴയ സിനിമയുണ്ട് പഞ്ചവടിപ്പാലം, അതില് കാല് സ്വാധീനം ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചത്. ഒരു പൊതുസമ്മേളനത്തിലൊക്കെ ശ്രീനിവാസൻ ഒറ്റയ്ക്കിരുന്ന് പൊതുസമ്മേളനം കാണുന്ന സീനൊക്കെ, ആ ഒരു തടിപ്പലകയിലിരുന്ന് ചക്രം വെച്ച് തടിപ്പലകയിലിരുന്ന് കാണുന്ന സീനൊക്കെ ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഇന്ന് ഈ ശ്രീനിവാസന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ ആ പഞ്ചവടിപ്പാലത്തിലെ സീൻ ഞാൻ യൂട്യൂബിലിട്ടൊന്ന് കണ്ടു നോക്കി. അന്നുപോലെ ശ്രീനിവാസൻ എന്റെ ശ്രദ്ധയിലുള്ള ഒരു നടനാണ്. ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോവുകയും താമസിക്കുകയും പല ഭാഷകളിലെ സിനിമ കാണുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഗുജറാത്തി സിനിമ വരെ കണ്ടിട്ടുണ്ട്. മലയാള സിനിമ ഇതിലെല്ലാം ക്ലാസിക്കുള്ള സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. അതിലെ ക്ലാസിക്കാണ് നമ്മുടെ ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വെഴ്സൽറ്റൈൽ ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാല് ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം സമൂഹത്തിനെ കാണുന്നത് നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്നതിലും ഉപരിയായിട്ട് വളരെ വ്യക്തമായി ഒപ്പിയെടുത്ത് സിനിമകളിലേക്ക് ആവാഹിക്കുന്ന ഒരു പരിപാടിയാണ് ശ്രീനിവാസൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിലിപ്പോ താങ്കളിപ്പോ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴൊക്കെ എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമല്ലോ, എല്ലാ ചാനലും ചർച്ച ചെയ്യും. എന്താണ് പറയുന്നത്? ശ്രീനിവാസൻ ഡയലോഗ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നാണ് പറയുന്നതെന്നാണ് എന്റെ ഓർമ്മ. ഏത് തെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മനുഷ്യനൊന്നും മനസ്സിലാവൂല എന്താ പറയുന്നതെന്ന്. അപ്പൊ അത്രയ്ക്ക് മനുഷ്യന്റെ മനസ്സിലേക്ക് തറഞ്ഞു കയറുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറയാനുള്ള ഒരു ആർജവം കാണിച്ചിട്ടുള്ള ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. നമ്മുടെ മലയാള സിനിമയിൽ എന്തുമാത്രം ആൾക്കാർ പോയി. ഈ കഴിഞ്ഞ കാലത്ത് ശ്രീനിവാസന്റെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന കഴിവുള്ളവരായിട്ടുള്ള എന്തുമാത്രം നടന്മാരാണ് പോയത്, എന്തുമാത്രം കലാകാരന്മാർ പോയി, കലാകാരികൾ പോയി, സുമാരി പോയി, അങ്ങനെ പേര് പറഞ്ഞ നിരവധിയാണ്. അത് ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഈ ശ്രീനിവാസൻ. അത് തീർച്ചയായിട്ടും തലമുറകളോളം ഈ നഷ്ടം നിൽക്കും. ഇനി പുതിയൊരു ശ്രീനിവാസനൊന്നും വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത്രയ്ക്ക് കഴിവുള്ള ആളായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന് പറയുന്നത് അഭിനയത്തെക്കാൾ ഉപരി ജീവിതത്തിലെ പല കാര്യങ്ങളും ഒപ്പിയെടുത്ത് നമ്മുടെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന രീതിയിൽ സൃഷ്ടിച്ചെടുക്കാനും അത് അവതരിപ്പിക്കാനുമുള്ള കഴിവ്, അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിസൂപ്പറായിരുന്നു.
ശ്രീനിവാസന്റെ നിര്യാണത്തില് എല്ലാവരോടും ഒപ്പം കലാകാരന്മാരോടും മലയാളത്തിലെ എല്ലാ കലയെ സ്നേഹിക്കുന്ന എല്ലാവരും മാധ്യമക്കാരും എല്ലാവർക്കും ശ്രീനിവാസന്റെ കുടുംബങ്ങളും അവർക്ക് എല്ലാവർക്കും ഒപ്പം ഞാനും പങ്കുചേരുകയാണ്. പ്രണാമം പ്രണാമം പ്രണാമം. ശരി, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. ശ്രീമതി വിനീതയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിനീത, എങ്ങനെയാണ് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ സ്ത്രീയെ താങ്കൾ ഓർക്കുന്നത്? വിനീത പറഞ്ഞോളൂ. വിനീത കേൾക്കാമോ? വിനീതയുടെ ശബ്ദത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ വരുമ്പോൾ എപ്പോഴും ശ്രീനിവാസൻ സിനിമയിലെ ഡയലോഗുകൾ നിരന്തരമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്തായാലും നമുക്ക് മറ്റുള്ളവരിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ഒട്ടേറെ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും. നമുക്ക് തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീനിവാസന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അങ്ങനെ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ അവിടെ എത്തി പൊതുദർശനം അദ്ദേഹത്തെ അവസാനമായി കണ്ട് മടങ്ങിയിരിക്കുകയാണ്. 1 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ പിന്നെ സംസ്കരിക്കും. ആ തരത്തിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും ചിരിയാണ് മാഞ്ഞുപോയത്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തേക്കുമുള്ള ഓർമ്മകൾ മലയാളിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. അതിൻ്റെ മലയാളികളുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് കയ്യൊപ്പിട്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഷീജ റോയി ആണ് എറണാകുളത്ത് നിന്ന് ഓർക്കുന്നത് ശ്രീനിവാസനെ. എങ്ങനെയാണ് ആ മഹാനടനെ, ആ എഴുത്തുകാരനെ ഓർക്കുന്നത്? ഹലോ സാർ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം സാർ, ഞാൻ കണ്ടനാട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശരി, അദ്ദേഹത്തോട്ട് നേരിട്ട് പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ 10-13 വർഷത്തോളം. അത് എനിക്ക് ശരിക്കും വർഷം അറിയില്ല വന്നിട്ട്. ഈ അന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അദ്ദേഹം ഭാര്യയൊക്കെ വരും, എല്ലാത്തിനും പങ്കുചേരും. നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ കലാകാരൻ എന്നതിലുപരി എല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. നിങ്ങളുമായിട്ടെല്ലാം അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ഇവിടെ പൊതുവെ എല്ലാവരുമായിട്ട് നമുക്കിവിടെ റെസിഡൻസിന്റെ ഒരു പരിപാടിയോ പിന്നെ കൊയ്ത്തുത്സവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ, ശ്രീനി സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. വളരെ ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ. അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വരുമോ. ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ നാട് ഉണർന്നു എന്ന് തന്നെ പറയാം, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നതോടുകൂടി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് മലയാളിയുടെ മനസ്സിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തി ഇന്ന് മടങ്ങിയ ശ്രീനിവാസനെ ഓർക്കുന്നത്? ഏതാണ്ട് 5 പതിറ്റാണ്ട് ഏറെക്കാലം മലയാള സിനിമയെ അതിന് വായുവും വെള്ളവും വെളിച്ചവും നൽകിയ പ്രതിഭാശാലിയായ ഒരു കലാകാരൻ ശ്രീനിവാസൻ. സർവകലാഭല്ലവൻ എന്നൊക്കെ പറഞ്ഞാല് സാധാരണഗതിയിൽ അത് പലർക്കും ഉപയോഗിക്കുന്നതാണെങ്കിലും അക്ഷരത്തിലും അർത്ഥത്തിലും പ്രതിഭാശാലി തന്നെയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ മനസ്സിൽ തത്തിക്കളിക്കുകയാണ്. ഓരോ സിനിമയും ഓരോ ജീവിതമായി ജീവിച്ച് കാണിച്ചു തന്ന
ഓരോ കഥാപാത്രത്തെയും ജീവിച്ച് കാണിച്ച മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയ കലാകാരൻ അതാണ് ശ്രീനിവാസൻ. അദ്ദേഹം രചയിതാവായിരുന്നു, കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു, നടനായിരുന്നു, എല്ലാമായിരുന്നു. അത്രമാത്രം ജനങ്ങളിലേക്ക് ഇത്രമാത്രം എഴുതിച്ചേർന്ന ഒരു സാധാരണക്കാരായ ഒരിക്കൽ പോലും ഞാനൊരു വലിയ നടനാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ സിനിമാ ലോകത്തെ പ്രഗത്ഭ മതികളിൽ, അതായത് മോഹൻലാലിനെ പോലെ, അതേപോലെ മമ്മൂട്ടിയെ പോലെ, ദിലീപിനെ പോലെ തലയെടുപ്പുള്ള ഒരു അഭിനേതാവാണെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ഉണ്ടാവാറില്ല. അത്രമാത്രം ജനങ്ങളുമായി ഇടകിച്ചത്, ജനങ്ങളുടെ ഇടയിലെ ഒരു കലാകാരൻ മാത്രമല്ല, ജനങ്ങളുടെ ഓരോ ദിവസത്തെ ദിനമുള്ള ഓരോ സംഗതിയിലാണ് അദ്ദേഹം കഥാപാത്രങ്ങളായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കലാകാരൻ ആ ഒരു അവതരണം വരുമ്പോഴൊക്കെ ഇത് ഞാൻ തന്നെയാണല്ലോ എന്ന് തോന്നുന്നു. ഇതിൽ ഞാനുണ്ടോ, ശ്രീനിവാസൻ എങ്ങനെ തോന്നി, ഞാനും ഇങ്ങനെ എന്റെ ഒരു ജീവിതം ഇദ്ദേഹം കഥാപാത്രമാക്കി അഭിനയിക്കുന്നു. അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ച, ജനങ്ങളോട് ഇഷ്ടം പുലർത്തിയ ഒരു കലാകാരൻ. ആ കലാകാരന്റെ ഏർപ്പാട് കേരളം മൊത്തം വളരെയേറെ വളരെയേറെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിൽ വല്ലാതെ വേദനിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിലെയൊക്കെ ഡയലോഗുകളും രംഗങ്ങളുമൊക്കെ എത്ര ആലോചിച്ചാലും നമുക്ക് ഏത് സമയത്തും ചിരി വരുന്ന, അല്ലെങ്കിൽ ഏത് സമയത്തും ഉപയോഗിക്കാൻ കഴിയുന്ന അത്രമേൽ രംഗങ്ങൾ ഉള്ള ഒരു സിനിമയൊക്കെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും. ഏത് സിനിമയാണ് താങ്കൾ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നത്? എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മലയാളത്തിന്റെ ഒരു പ്രതിഭാസമായിരുന്നു എന്നുള്ളത് എല്ലാവരെ പോലെ തന്നെ ഞാനും ശരിക്കും തിരിച്ചറിയുന്നു. അദ്ദേഹം ഈ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അമേരിക്കൻ എയർപോർട്ടിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു രംഗം, പിന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഉപയോഗിക്കുന്ന മറ്റൊരു ഇതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അതായത് കണ്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും കിട്ടും, നമുക്ക് കുറച്ച് ആസ്വദിച്ച് സമാധാനമായിട്ട് തിരിച്ചുല്ലസിച്ച് പോരാൻ പറ്റുന്ന ആയിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും. ഞാൻ ഒരു സിനിമ അത്രയധികം കാണുന്ന ആളല്ല, എന്നാലും ഒട്ടുമിക്ക സിനിമകൾ കാണും. അതിന്റെ ഈ നർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേരൂന്നി നിൽക്കും. അങ്ങേര് ഒരു സകല കലാവല്ലഭൻ. അതായത് നമുക്ക് മലയാളത്തിൽ ഒട്ടനവധി നടന്മാരുണ്ട്, അവരൊക്കെ ചെറിയ ചില മേഖലകളിലെ ഉന്നതിയിലാണ്. പക്ഷേ ശ്രീനിവാസന് അവരുടെ കാര്യത്തില് അദ്ദേഹം പല മേഖലകളിലും അതായത് വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ്. നടൻ എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ. പിന്നെ അദ്ദേഹം തമാശ പറയുമ്പോൾ നമുക്ക് തമാശ എന്ന് പറയണമെന്ന് തോന്നില്ല. അദ്ദേഹം വലിയ ഗൗരവത്തിൽ പറയും. അതായത് ഒരു 1.5 ലക്ഷം വേണം ഒരു ദിവസം ജീവിക്കാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, സംവിധായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. മായാത്ത എന്താ പറയാ വ്യക്തിമുദ്ര കേരളത്തിൽ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് എന്താ പറയാ അദ്ദേഹത്തിന്റെ തലത്തിലെത്താൻ പറ്റുന്ന ജീവിതങ്ങൾ കേരളത്തിന് സമർപ്പിച്ച വ്യക്തികള് പൊതുവെ കുറവാണ്. അപ്പൊ ഒട്ടനവധി നടന്മാരും മഹാനടന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജഗതി ശ്രീകുമാറൊക്കെ അതായത് വയ്യായി എങ്കിലും അതുവരെ ഒരു പ്രതിഭാസം തന്നെയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഈ സമയത്തുള്ള വിയോഗം വളരെയധികം ദുഃഖവും വേദനയും അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാനും എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ശരി, ശ്രീ ഷാജിയാണ് റാന്നിയിൽ നിന്നും. ശ്രീ ഷാജി, യഥാർത്ഥത്തിൽ മോഹൻലാലിനെ പോലെ ഒരു നടനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ നായകനാക്കി ഒരു സിനിമയൊക്കെ എടുക്കുക, അങ്ങനെ പിന്നീട് അതിൽ അഭിനയിക്കുന്നതിന് മോഹൻലാലിന് കുഴപ്പമില്ല. പക്ഷേ പിന്നീട് ചില മോഹൻലാൽ ആരാധകരൊക്കെ മോഹൻലാലിനെ വെച്ച് വലിയ സിനിമ എടുത്ത ആളാവാനാണ് ശ്രീനിവാസൻ നോക്കിയതെന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, എന്നെ വെച്ച് സിനിമ എടുത്ത് ആളാവേണ്ട കാര്യം ശ്രീനിവാസനില്ല എന്ന്. അതിന് മുമ്പ് തന്നെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ മലയാള സിനിമയിൽ തെളിയിച്ചതാണ്. അത്രത്തോളം ശക്തമായി അടയാളപ്പെടുത്തിയതാണ് ആ പേര്. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇന്നിപ്പോൾ വിട്ടുപോയിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? നമസ്കാരം സാറേ. ഞാൻ അങ്ങനെ ഒത്തിരി സിനിമയൊന്നും കാണുന്ന ഒരാളല്ല. പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായതുകൊണ്ടേ ഈ സന്ദേശം എന്ന സിനിമയ്ക്കകത്തെ ശ്രീനിവാസനെ ഈ കൊടി നാട്ടിയിട്ട്
സല്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ തിലകൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാം. ഇടയ്ക്ക് ഇങ്ങനെ തിലകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരു അത്യുഗ്ര പ്രതിഭയായിരുന്നു ആദരിച്ച സിനിമാ നടൻ ശ്രീനിവാസൻ. ദുഃഖമുണ്ട്, ഒരു മഹാനടനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമുണ്ട്. ഭവനത്തോടും ആദരാഞ്ജലികൾ ഞാൻ ഈ സമയത്ത് നേരിടും. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ ശക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മധുവാണ്, വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മധു, താങ്കളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ ശ്രീനിവാസൻ ചിത്രം ഏതാണ്? സുൽഫത്താണ് വിളിക്കുന്നത്. സുൽഫത്ത് കൊല്ലത്ത് നിന്നാണ്. ഓക്കെ, സുൽഫത്ത് കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് രണ്ടാംകുറ്റിയിലാണ്. ഓക്കെ, താങ്കളുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ശ്രീനിവാസൻ സിനിമ അല്ലെങ്കിൽ ഒരു ഡയലോഗ് അതേതാണ്? എനിക്ക് ഡയലോഗ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാറ ശ്രീനിവാസൻ. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. മോഹൻലാലും മമ്മൂട്ടി ശ്രീനിവാസൻ സാർ ഇവരെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം മരിച്ചതിൽ വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. എന്റെ കുടുംബത്തിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പം അതിൽ ഓർമ്മയില്ല. എനിക്ക് 65 വയസ്സായി, ഓർമ്മയില്ല. രാവിലെ ഒട്ടേക്ക് ഇവിടെ കൊണ്ടിരുന്നു കണ്ണീര് ഒഴിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തെ പറ്റി, അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട്. ശരി, താങ്കളുടെ ദുഃഖം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ അനീഷയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനീഷ, ശ്രീനിവാസൻ എന്ന വ്യക്തിയെ താങ്കളുടെ മനസ്സിലേക്കുള്ള ആദ്യത്തെ ഓർമ്മ എന്താണ്? ഓർമ്മ, അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ സന്ദർഭം എന്ന് പറഞ്ഞൊരു സിനിമയിലെ സ്ഥിരം ഡയലോഗ് കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, സ്ഥിരം. അപ്പം അദ്ദേഹം ഇപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള തലമുറകൾക്കും വർഷങ്ങളായിട്ട് അങ്ങനെ അദ്ദേഹം ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതിയ ഓരോ ഡയലോഗ്സും ഇപ്പോഴും ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടി അന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹാനായ നടനാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വാക്കുകൾ നമുക്ക് കിട്ടുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ അസുഖങ്ങളുണ്ടെന്നും അത് സീരിയസ് ആണെന്നും ഒക്കെ എല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ ചില ആൾക്കാരുടെ വേർപാടല് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ മനുഷ്യരെ നമ്മൾ ജനിച്ചാൽ നമുക്ക് മരണം ഉണ്ടാവും, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം. എങ്കിലും ചിലവരുടെ വേർപാട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ കലാഭവൻ നവാസ് അത്രയ്ക്ക് ടച്ച് ചെയ്തൊരു വേർപാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇതെന്ന് വെച്ചാൽ സിനിമയിൽ ഒരു മേഖലകളിലും തൊടാതെ പോയൊരു മനുഷ്യനല്ലേ. എല്ലാ മേഖലകളിലും പാട്ട് ആണെങ്കിലും പാട്ടില് ഇതില്ലെങ്കിലും അതിലും, അതുപോലെ തന്നെ തിരക്കഥ, കഥ, അഭിനയം, ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആ മനുഷ്യനെ പറ്റി എന്താ പറയുക, ഒന്നും പറയാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതമാണ് മനുഷ്യന്റെ ജീവിതം. സഹിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന ആ മനുഷ്യന്റെ കുടുംബത്തിനുണ്ടായ വേദനയെ നമ്മുടെ കുടുംബവും പങ്കുചേരുക എന്ന് മാത്രമല്ല, നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഇപ്പം ഈയിടയ്ക്ക് ഇറങ്ങിയ ചാനലുകൾ കൂടുതലും അദ്ദേഹത്തിന്റെ പടങ്ങളായിരുന്നു. ഞാൻ ഇന്നലെ കൂടെ കണ്ടതാ. അദ്ദേഹത്തിന്റെ ഒരു വാടകയ്ക്ക് കൊടുത്ത് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇത് തലയണ മന്ത്രം ഒക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ചാനൽസിൽ ഇട്ടു. അപ്പൊ ഇന്ന് മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റി ഓർക്കുകയും ചെയ്തു. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ദുഃഖമുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. നാടോടിക്കാറ്റ്, അക്കരെ അതില് അക്കരെ സിനിമയ്ക്കകത്ത് നാട്ടിൽ നിന്ന് അമേരിക്കയിലോട്ട് വരുന്നതിന് മുമ്പ് മോഹൻലാലിന് കൊടുത്ത അത് പിന്നീട് ലംഘിക്കപ്പെട്ട ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം അനുസരണ ഇല്ലാതെ പെരുമാറുന്ന അപ്പൊ ലാലിന്റെ റിയാക്ഷൻ, അതൊക്കെ നമുക്ക് ഒരിക്കലും മായാൻ പറ്റില്ല. കഥ പറയുമ്പോൾ സിനിമയിലെ ബാർബർ ബാലൻ, ഒന്നും നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, ഇതൊക്കെ ഭയങ്കരം സാധാരണക്കാരായ മനുഷ്യന് ചിന്താവിഷ്ടയായ ശ്യാമള, അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹം അഭിനയിച്ച പടങ്ങളിൽ. പിന്നെ ഒരിക്കലും ഒരു ആമാനുഷികമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹം തിരഞ്ഞെടുത്തില്ല. പരിമിതികൾക്കുള്ളില് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രം ജനങ്ങളിൽ എത്തിക്കുക, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഡയലോഗ് കഥകളിൽ കൊണ്ടുവരിക, ഇതൊക്കെ ഭയങ്കര ഒരു
ഇനിയുള്ള ഒരു മനുഷ്യന് അത് പറ്റുകയില്ല. ഇനി ആർക്കും അങ്ങനെയുള്ള ഒരു സത്യന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ജനിച്ച പടങ്ങൾ പോലെ ഒരു പടങ്ങളും ഇനിയുള്ള തലമുറകൾക്ക് എത്ര വിചാരിച്ചാലും ഇനി ഒരു ശ്രീനിവാസൻ ഉണ്ടാകാം. മറ്റുള്ളവർക്ക് ചിലപ്പം പകരക്കാരായിട്ട് ചിലപ്പോ നമുക്ക് തോന്നുമായിരിക്കാം, അയ്യോ ഇയാളെ പോണെ കാണല്ലോ, ഇന്ന നടനെ പോലെയാണല്ലോ ഇന്ന ആൾ അഭിനയിക്കുന്നത് എന്ന് ചെറിയൊരു സാമ്യമെങ്കിലും തോന്നും. പക്ഷെ ശ്രീനിവാസനെ പോലെ വേറൊരു ഒരാൾക്കും ഇനി പറ്റുകയില്ല. ആ ഒരു ഭാഗം അത് ഒരു ശൂന്യതയായിട്ട് തന്നെ നിൽക്കും. അത് സ്വന്തം മക്കൾക്ക് പോലും അത് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചും തിരക്കഥ എഴുതിയും ജനങ്ങളിൽ എത്തിച്ചു തന്ന ഒരു മഹാ നടനാണ്. ഞാൻ പിന്നെ ഇപ്പം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയുകയില്ല. ഞാൻ എങ്കിലും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. മോഹൻലാല് മഹാനടനാ എല്ലാം കൊണ്ടും. പക്ഷെ ഞാൻ വിചാരിച്ചത് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞൊരു മഹാസംഭവം നമ്മുടെ ശ്രീനിവാസന് കിട്ടുമെന്ന് വരെ ഞാൻ വിചാരിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ലാലിന് കിട്ടിയത് കുറച്ച് കാണുമല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു, കാരണം അദ്ദേഹം തൊടാത്ത ഒരു മേഖലയും ഇല്ല സിനിമാ മേഖല. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഞാൻ ഈ പറഞ്ഞത് തെറ്റു കരുത ശക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രഘുനാഥനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രഘുനാഥൻ, താങ്കളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു ശ്രീനിവാസൻ ചിത്രം അല്ലെങ്കിൽ സന്ദർഭം എന്താണ്? എൻ്റെ മനസ്സിൽ വരുന്ന ചിന്താവിഷ്ടയായ ശ്യാമള, പിന്നെ നാടോടിക്കാറ്റ്, പിന്നെ തേന്മാവിൻ കൊമ്പത്ത്, ഇങ്ങനെയുള്ള സിനിമയിലെല്ലാം കഥാപാത്രങ്ങളൊക്കെ എന്നെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അത് മാത്രമല്ല, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. കാരണം അദ്ദേഹം ഈ വർത്തമാനകാലത്തെ സാമൂഹിക വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സിനിമയെ കൂടി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളെ ചിന്തിക്കാനും എല്ലാം ഉള്ള അവസരം കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ശരി. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, മലയാളത്തിൽ എല്ലാ തരത്തിലും അടയാളപ്പെടുത്തലുകൾ നടത്തി ഇന്ന് മടങ്ങിയ ശ്രീനിവാസനെ താങ്കൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ പറഞ്ഞോളൂ. സാജനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സാജൻ, എല്ലാവരും പറയുന്നു ശ്രീനിവാസനെ പോലെ ഒരാൾ, അത് ശരിയാണ്, ഇങ്ങനെ എല്ലാ മേഖലയിലും കൈവെക്കുകയും അവിടെയെല്ലാം വിജയം കാണിച്ചു തരികയും തമാശകൾ കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ ആവർത്തിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വേർപെട്ടു പോയത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ശ്രീനിവാസന്റെ തമാശ എന്ന് പറഞ്ഞാൽ അത് പാമരനായാലും കുട്ടേരനായാലും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്ന തമാശകളാണ്. അതായത് സാധാരണക്കാരായാലും അല്പം VIP കളായാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അത് പ്രവാളികളിൽ അവതരിപ്പിക്കും എന്നുള്ള ഒരു പ്രത്യേക നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു ചിത്രവും മുകുന്ദേട്ട സമിത്ര വിളിക്കുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. അത് ശ്രീനിവാസൻ തന്നെയാണ് കഥ എഴുതിയത്. അതിലൊരു തട്ടിപ്പുകാരനായിട്ട് അതിനകത്ത് മുഴുനീളം വിശ്വൻ എന്ന കഥാപാത്രമായിട്ട് മോഹൻലാലിന് എപ്പോഴും പാര വെക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, എങ്കിലും അതിലൊരു വില്ലനായിട്ടെങ്കിലും അദ്ദേഹം വരുന്നുണ്ട്. എങ്കിലും ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആ വിശ്വൻ എന്ന കഥാപാത്രം വളരെയേറെ സന്തോഷം തരുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ഒരുക്കിയ ഈ ഡിസംബർ മാസത്തില് സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതില് അദ്ദേഹം ഒരു പോലീസുകാരനായിട്ടാണ് മോഹൻലാലിന്റെ കൂട്ടുകാരൻ. അതില് അദ്ദേഹത്തിന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന മോഹൻലാലിനെ ഒരു വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇപ്പൊ തന്നെ പോണം എന്നും പറഞ്ഞ് പെട്ടെന്ന് ജീപ്പിൽ കയറി ആ വീട്ടുകാരെ, അതായത് KP ലളിതയെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക, നിങ്ങളാണോ പോലീസ് പുല്ലാള് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന രംഗമൊന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അത് ഈ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങള് നമ്മൾ ഓർത്തോർത്ത് ചിരിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി
ഇതുപോലെ ഒരു നടൻ ഈ മലയാള മണ്ണില് ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും ലോ ബഡ്ജറ്റാ, പക്ഷെ എല്ലാവർക്കും കുടുംബസമേതം പോയി കാണാൻ കൊള്ളാവുന്ന സിനിമകളാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. എന്ന ആളുകളെ കരയിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ എത്രയോ പടങ്ങൾ വന്നിട്ടുണ്ട്. പറയുകയാണെങ്കിൽ എല്ലാ പടങ്ങളും ഓരോന്നും മെച്ചപ്പെട്ട പടങ്ങളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഓക്കെ. ശ്രീനിവാസൻ എന്ന മഹാനടനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയണം എന്നുള്ള ആഗ്രഹമുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പൊതുവേദി ഇപ്പോൾ ഇന്ന് ശ്രീനിവാസന് വേണ്ടി ആദരവർപ്പിക്കാൻ വേണ്ടി സമയം നീക്കിവെച്ചിരിക്കുന്നത്. നമുക്ക് പൊതുവേദി ഇനിയും തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.